സ്നേഹമുള്ളവരെ, പ്രഭാഷകന്റെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 22-ാമതൊരു തിരുവചനമുണ്ട് കേട്ടാ. കർത്താവിന്റെ അനുഗ്രഹമാണ് ദൈവഭക്തന്റെ സമ്മാനമെന്ന്. കറക്റ്റാണ്. ദൈവഭക്തന്റെ സമ്മാനം കർത്താവിന്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാണ്ടല്ല, നിന്റെ കുടുംബത്ത് സമൃദ്ധിയായിരിക്കും, നിന്റെ മക്കള് സമൃദ്ധമായി വളരും, സകലത്തിലും നിനക്ക് സമൃദ്ധിയായിരിക്കും. ചുമ്മാതല്ല യാക്കോബ് പറഞ്ഞത്, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന്. ദൈവത്തിന്റെ അനുഗ്രഹം മതി. സുഭാഷിതങ്ങൾ 10-ാം അധ്യായം 22-ാം തിരുവചനം പറയുന്നേ, കർത്താവിന്റെ അനുഗ്രഹം സമ്പത്ത് വർദ്ധിപ്പിക്കുന്നുവെന്ന്. അവൻ അതിനോട് ദുഃഖം കലർത്തുന്നില്ലെന്ന്. ദുഃഖം കലരാത്ത സമ്പത്ത് വേണമെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ അനുഗ്രഹം വേണം എന്ന് കരുതി സമ്പത്തിന് വേണ്ടി മാത്രം ദൈവത്തിന്റെ പിന്നാലെ പോകരുത് കേട്ടാ. എനിക്കുള്ളപ്പോഴും എനിക്കില്ലാത്തപ്പോഴും നീ എന്റെ ദൈവം എന്ന് പറയുന്നവനാണ് യഥാർത്ഥ ദൈവവിശ്വാസി. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 2-ാമതൊരു തിരുവചനമുണ്ട്. അബ്രഹാത്തെ ദൈവം അനുഗ്രഹിച്ചു. ഉൽപ്പത്തി 12:2 അബ്രഹാത്തെ ദൈവം അനുഗ്രഹിച്ചു. എന്നാൽ ഉൽപ്പത്തി 13:2 ആ അനുഗ്രഹം സഫലമായി. അബ്രഹാത്തിന് ധാരാളം പൊന്നും വെള്ളിയും കന്നുകാലികളും ഒക്കെ ഉണ്ടായിരുന്നുവെന്ന്. ദൈവം അനുഗ്രഹിച്ചതാ. സ്നേഹമുള്ളവരെ, നിന്റെ ജീവിതത്തിൽ ദൈവം നിന്നോട് എന്തെങ്കിലും വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സാധിച്ചു തരും. നിന്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ ഒരു ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 2-ാം തിരുവചനം ഉണ്ടെങ്കിൽ അത് നിവർത്തിയാകുന്ന 13-ാം അധ്യായം ഒരു 2-ാം തിരുവചനം നിന്റെ ജീവിതത്തിലുണ്ട്. ഉറപ്പു. ഒറ്റ കാര്യം മാത്രം ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ ദൈവം നിങ്ങൾ കൈവിടത്തില്ലെന്നേ. ദൈവം നിന്റെ കൂടെ ഉണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ.